ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറയുകയാണ്. 1952 മലയാള മനോരമയിൽ വന്ന ഒരു റിപ്പോർട്ട്. 1952 ജനുവരി 1 തീയതിയാണ് മലയാള മനോരമയിൽ ആ റിപ്പോർട്ട് വരുന്നത്. അതൊരു വലിയ സമ്മേളനത്തിന്റെ റിപ്പോർട്ടാണ്. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനി കൽക്കട്ടയിൽ നിന്ന് കൊട്ടാരക്കരയിൽ വന്ന് ഇറങ്ങുന്നു. ഇത് കഴിയുമ്പോൾ കൊട്ടാരക്കര വലിയൊരു സ്വീകരണം മലങ്കര സഭ അദ്ദേഹത്തിന് ഒരുക്കി. അന്ന് കേസിൽ പ്രതികൂലമായി വിധിയുണ്ടായി. അത് ജനങ്ങളെ മുഴുവനും ഇളക്കി. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനി ഒരു അനുഗ്രഹ കൽപ്പന കൽക്കട്ടയിൽ നിന്ന് മലങ്കരയുടെ മക്കൾക്ക് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം കൊട്ടാരക്കരയിൽ വന്ന് ട്രെയിൻ ഇറങ്ങി കഴിയുമ്പോൾ അടൂർ മുതലുള്ളതായ ജനങ്ങൾ ഒന്നിച്ചുകൂടി അദ്ദേഹത്തിന് വലിയ സ്വീകരണം നൽകി. അന്നത്തെ മനോരമയിൽ എഴുതിയിരിക്കുന്ന അടൂർ മുതൽ കോട്ടയം വരെയുള്ള ഏകദേശം 40 മൈൽ നീളത്തിൽ മെയിൻ സെൻട്രൽ റോഡിന്റെ ഇരുവശങ്ങളിലും ജാതിമത ഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങൾ മിക്കവാറും അണമുറിയാതെ എന്നവണ്ണം തിങ്ങിക്കൂടി ഭക്ത്യാദരപരവശരായി നിൽക്കുന്നു. എല്ലാ വസതികളുടെയും സ്ഥാപനങ്ങളുടെയും മുമ്പിൽ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വൈദിക മേലധ്യക്ഷനായ മഹാചാര്യ തൃപ്പാദങ്ങളോടുള്ള ബഹുമാന സൂചകമായി ആർച്ചുകളും തോരണങ്ങളും കെട്ടിയിരിക്കുന്നു. ജനങ്ങൾ ഒന്നിച്ച് വലിയ ഘോഷയാത്രയായിട്ട് അദ്ദേഹത്തെ കോട്ടയത്തേക്ക് കൊണ്ടുപോവുക. കോട്ടയം ജനസമുദ്രമായി മാറി. രാവിലെ 9 മണി ആയപ്പോഴേക്കും നാനാദിക്കുകളിൽ നിന്ന് വരുന്ന കാറുകളെ കൊണ്ടും മഹാജനങ്ങളെ കൊണ്ടും അടൂർ കവലം നിറഞ്ഞ് കവിഞ്ഞു. 1952 ജനുവരി 1 തീയതി മലയാള മനോരമയിൽ എഴുതിയിരിക്കുന്ന ഇവയിൽ ചില ബസ്സുകളും ലോറികളും രഥസമാനം ഓരോന്നും പ്രത്യേകം അലങ്കരിച്ചിരുന്നു. 700-ലധികം മോട്ടോർ കാറുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ വന്നിട്ടാണ് ഘോഷയാത്രയായി പരിശുദ്ധ കാതോലിക്ക ബാവയെ കൊണ്ടുപോകുന്നത്. പൗരസ്ത്യ കാതോലിക്കോസ് സ്ഥാനോചിതമായ വസ്ത്രാഡംബരങ്ങളോടും സ്ഥാനചിഹ്നമായ സ്ലീബ ഉയർത്തി സമസ്ത ജനങ്ങളെയും അനുഗ്രഹിച്ച് അരുളിക്കൊണ്ടും ഉപവിഷ്ടനായിരിക്കുന്നു. പിന്നാലെ കണ്ണെത്താത്ത ദൂരത്തിൽ അനുഗമിച്ചത് മോട്ടോർ കാറുകളുടെ ഒരു മഹാപരമ്പര തന്നെയായിരുന്നു. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നെത്തിയിരുന്ന മെത്രാപ്പൊലിത്തന്മാർ, റംബാൻമാർ, മറ്റു വൈദികർ, സമുദായ അഭിമാനികളായ മഹാജനങ്ങൾ ആദ്യമായവർ ഈ കാറുകളിൽ സഞ്ചരിച്ചിരുന്നു. മെയിൻ സെൻട്രൽ റോഡിന്റെ നെട്ടായ ചില ഭാഗങ്ങളിൽ നിന്ന് നോക്കിയപ്പോൾ അത് മോട്ടോർ കാറുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു രത്നമാലയാണോ എന്ന് തോന്നി. അന്നത്തെ മനോരമയുടെ ഭാഷയൊക്കെയാണ്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കോട്ടയം MD സെമിനാരി അങ്കണത്തിൽ ഒരു മഹാസമ്മേളനം നടന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ അധ്യക്ഷതയിൽ ആ മഹാസമ്മേളനം ഒരു പ്രതിജ്ഞയെടുത്തു. ആ പ്രതിജ്ഞ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചുകൊണ്ട് ആ പിതാക്കന്മാരോട് അന്ന് ആ പ്രതിജ്ഞ എടുക്കുവാൻ നേതൃത്വം നൽകിയതായ KC മാമൻ മാപ്പിള, ഇ ജോൺ ഫിലിപ്പോസ് തുടങ്ങിയതായ പ്രഗത്ഭമതികളായ ആളുകളോടും ഒക്കെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടും ആ പിതാക്കന്മാരോട് അന്നവിടെ സന്നിഹിതരായിരുന്ന മലങ്കര സഭയുടെ നമ്മുടെ പിതാക്കന്മാരോട് എല്ലാവരോടുമുള്ള ആദരവുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ പ്രതിജ്ഞാവാചകം ഒരിക്കൽ കൂടി വായിക്കുകയാണ്. മഹായോഗത്തിൽ സംബന്ധിച്ച 10,000-കണക്കിനുള്ള നസ്രാണികൾ ഈ വിധം പ്രതിജ്ഞ ചെയ്തു. മലങ്കര സഭയുടെ ജന്മസിദ്ധമായ സ്വാതന്ത്ര്യം ഞങ്ങൾ ഉറപ്പിച്ച് പ്രഖ്യാപനം ചെയ്യുകയും ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യക്ഷ ചിഹ്നമായ പരിശുദ്ധ കാതോലിക്ക സിംഹാസനത്തിന്റെ കൊടിക്കീഴിൽ ഞങ്ങളും ഞങ്ങളുടെ സന്തതികളും ഭക്തിപൂർവ്വം നിലകൊള്ളുന്നതാണെന്ന് സത്യം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ പിതാക്കന്മാർ ചെയ്ത പ്രതിജ്ഞ.